ഹായ് ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഒരു റാൻഡം ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നെന്ന് വെച്ചാൽ ഇന്ന് തിരുവോണമാണ്, സെപ്റ്റംബർ 5. അപ്പോൾ ഹാപ്പി ഓണം. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇന്ന് നബിദിനമാണ്, നബിദിനാശംസകൾ. അങ്ങനെ 3 പരിപാടിയുള്ള ദിവസമാണ് ഇന്ന്. സ്പെഷ്യൽ ഡേ ഫോർ എവരി വൺ. അപ്പം ഇന്ന് നമ്മൾ ഓണം പരിപാടി ചെറുതായിട്ട് വീട്ടിൽ എല്ലാ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൽക്കാമന്തി. ഇന്ന് നമ്മൾ കുറച്ച് പേർക്ക് മന്തിയും ബാക്കിയുള്ളവർക്ക് ചോറും കറിയുമാണ് വീട്ടിൽ. അപ്പോൾ മന്തി വാങ്ങാൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സോ നമ്മൾ ബൈക്ക് എടുത്തിട്ട് മന്തി വാങ്ങാൻ വന്നതാണ്. നമുക്കിനിയിപ്പം മെല്ലെ വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് നോക്കാം കേട്ടോ. രാവിലെ എണീറ്റ് തന്നെ ഒരു 9 മണിക്ക്, അത് കഴിഞ്ഞിട്ട് പൂക്കളിട്ടു. ഇപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്ക് പൂക്കളിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും വീട്ടിൽ. ഞാനും ചേച്ചിയാണ് പൂക്കളിട്ടത്. വെരി ഏർലി റൈറ്റ്. ഇനിയിപ്പം കുടിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ. ബാക്കി വരുമ്പോൾ കാണാം. യെസ് വി ആർ അറ്റ് ഹോം ഫൈനലി. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം, ലോ ബജറ്റ് പൂക്കളം. 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ പൂക്കളമാണ്. പൂവ് ഏതാണെന്ന് ചോദിക്കുന്നത്, എനിക്ക് ആകെ ഈ ഒരു ചെട്ടിപ്പൂവോ, ഈ മഞ്ഞയും ഓറഞ്ചും എനിക്കറിയൂ. ഇത് സ്പെഷ്യൽ സാധനം കേട്ടോ. നമ്മുടെ മാവിലയില്ലേ, മാവില മിക്സിയിൽ അടിച്ചിട്ട് പൊടിച്ചാൽ ഇതേപോലത്തെ സാധനം കിട്ടും. വാവ്, റിയലി കൂൾ റൈറ്റ്. അപ്പോൾ ഒരു ലോ ബജറ്റ്, എന്താ പറയുക, ടൈം ലെസ് കൺസ്യൂമിങ് പൂക്കളമാണിത്. അപ്പം ഇത് ഡിസൈനൊന്നും ഞാനല്ല, മുറിച്ചു കൊടുത്താൽ മാത്രമേ ഞാനുള്ളൂ. ഡിസൈനൊക്കെ നമ്മളെ സീനിയർ N നന്ദന വിനയൻ റൈറ്റ്. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു ബോയ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. യെസ്, നമുക്ക് ചെറുതായിട്ട് അടുക്കളയിലും കാണാം. എന്താ കാലിയായ പടച്ചോനെ, ചപ്പാത്തിയൊക്കെ ഉണ്ട് ലാസ്റ്റ്, റൈസ് ബാക്കി ഉണ്ടായാൽ മതി. ഹിയർസ് അനദർ അൽഫാം. എങ്കിൽ നമുക്ക് അടുക്കളയിൽ പോയിട്ട് ഇതെന്നാച്ചു സാധനവും പായസം. യപ്പ്, ഓണത്തിന് നമ്മൾ ഷുഗർ കട്ട് മറക്കും, ഡയറ്റ് മറക്കും, എല്ലാം മറക്കും. എന്തിനു വേണ്ടി? ഇവന് വേണ്ടി. അതെ, പായസം. ഇതെന്താ, മീന. വാവ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൺസ്, എൻ്റെ ഡാഡി ഉൾപ്പെടെയുള്ളവർ കഴിക്കുകയാണ്. നമുക്ക് കുറച്ച് എൻ്റെ കഴിക്കുന്നത് നമ്മളെ കാണാം. ഈ മന്തി ഡോക്ടറിൻ്റെ ചിലവർ ഉൾപ്പെടുത്താൻ പറ്റുമോ? അക്കോർഡിംഗ് ടു ആയതൊന്നും മന്തി വിരുദ്ധാഹാരമാണ്, നമ്മൾ കഴിക്കാനേ തൊട്ടോ ഒരു ചിക്കൻ്റെ പീസ് മുട്ടയോ അതൊന്നും കഴിക്കാം. പോരെ, നീ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മന്തി വാങ്ങി. ഈ മന്തി ഏടുന്ന് കയറി പറ്റി. ഓണത്തിന് മന്തി കഴിക്കുന്ന സ്കീം അങ്ങനെ പറയുകയാണെങ്കിൽ ബിരിയാണിയിൽ വെച്ച് തുടങ്ങേണ്ടി വരും. പഠിക്കുന്ന സ്ഥലത്ത് ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ബിരിയാണി കൊള്ളൂല, അതുകൊണ്ട് ഞാൻ മന്തിയിലേക്ക് മാറി, അത്രേ ഉള്ളൂ. ഓണത്തിന് കഴിക്കണം ആരാ പറഞ്ഞതല്ലോ? ഓണത്തിന് സദ്യ രസമില്ല. കാണാണ്ട് അങ്ങനെ പുറത്താണിക്കുക. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട് പറ. ചോറ് എങ്ങനെയുണ്ട്? ഇനി വേണ്ട, എങ്ങനെയുണ്ട് മന്തി? മന്തി പോരാ, അപ് ടു ദ മാർക്ക്. ഡിഗ്രേഡിങ് അൽക്കാമന്തി. ഈ ക്ലിപ്പ് ഇടണമെങ്കിൽ എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ തന്നോ? ചാനൽ വരാതെ അറിയോ? കൊടുക്കാൻ സമയക്കില്ല, മിണ്ടാണ്ട് നിന്ന് വീഡിയോയില് ഹാപ്പി ഓണം. ജെൻസി ഫുഡുകളെയും കൊണ്ട് ഓണത്തില്ല ചിക്കൻ്റെ കാലം വെക്കുന്നേ. ഞാൻ സദ്യ കഴിക്കുന്നേ. ഞാൻ നോൺ വെജ് ആണ്. ബിരിയാണി കഴിച്ച് അടുത്ത ചോറ് സ്റ്റാർട്ടർ കഴിച്ച് മെയിൻ കോഴ്സിലേക്ക് കിടക്കാൻ പോകുന്നത്. എന്തേലും പറ. വ്ളോഗൊന്നും കാണാറില്ലല്ലേ? അറിയാലോ. നമ്മളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? മോഹൻലാലിന്റെ കാര്യമുണ്ട് അപ്പുറത്തേല്. അതന്നെ ഷൂട്ടിംഗ് ആണ് ഗൈസ്. ഏതോ റീലെടുക്കാനുള്ള സാധനം.
സീനിയർ ക്യാമറയിൽ കാര്യം നോക്കണ്ട. അല്ലേ, അങ്ങോട്ട് അങ്ങോട്ട് നോക്കിക്കോ. എല്ലാവരും വലിച്ചു നോക്കിക്കോ. ആങ്സൈറ്റി എന്നൊക്കെ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? പിന്നെന്താ വിത്ത് പ്ലഷർ. ഷുഗർ ഷുഗർ. ബൈ ദ വൈ എന്ത് ചെയ്യുന്നു? ചായ ചോദിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ഗുഡ് നൈറ്റ്. അയ്യോ അവര് പേരാ ചോദിച്ചത്. അതെ ഇവരാരൊക്കെയാണ്? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. ഇവക്കാർക്ക് തിരി വരുന്നില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യുക? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. തന്നെ എനിക്കറിയാമല്ലോ. താൻ ഹംസയല്ലേ? ഞാൻ ഹംസ. ഈ എന്താ ഈ കസ്തി വേഷത്തില്? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ഓക്കെ ഓക്കെ. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ ഗെയിമാണ് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക? കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ മക്കളെ, അവനോടൊന്നും തോന്നല്ലേ? ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. നീ ആരടാ എന്നോട് എതിർക്കാൻ? അന്തൊക്കെ പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ.